മരണക്കയമായി കോഴിക്കോട് പതങ്കയം വെള്ളച്ചാട്ടം 21 പേരാണ് പതങ്കയത്ത് ഇതിനോടകം മരിച്ചത്. ഔദ്യോഗിക ടൂറിസം കേന്ദ്രമല്ലാത്തതിനാൽ പ്രവേശന വിലക്ക് മറികടന്നാണ് സഞ്ചാരികൾ ഇരവഴിഞ്ഞിപ്പുഴയിൽ കാഴ്ചകൾ കാണാനിറങ്ങുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണ് സഞ്ചാരികളെ തടയാൻ ഹോം ഗാർഡിനെ നിയോഗിച്ചിട്ടുള്ളത്. സ്ഥിരം സുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിനോജ് തോമസ് ഉണ്ട് തത്സമയം പതങ്കയം വെള്ളച്ചാട്ടത്തിന് മുമ്പിൽ നിന്ന്. സിനോജ്, ഗുഡ് ഈവനിങ്. 20 പേരുടെ മരണം എന്ന് പറയുമ്പോൾ അത് ഔദ്യോഗിക കണക്കായിരിക്കും, അനൗദ്യോഗിക കണക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ശനിയും ഞായറും മാത്രമാണോ അവിടെ ആളുകൾ മരിച്ചിട്ടുള്ളത്? പിന്നിൽ അതായത് ഞാനിപ്പോൾ ആ പുഴയുടെ തീരത്തേക്ക് പോകുന്നില്ല. കാരണം ഇവിടെ മഴയുണ്ട്. ഏത് നിമിഷവും മലവെള്ളപ്പാച്ചിൽ അവിടെ നിന്ന് വരാം. അതുകൊണ്ടാണ് അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ നേരത്തെ പകർത്തിയ ഈ പതങ്കയം വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി സാധിക്കും. അതായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ 21 ചെറുപ്പക്കാരാണ് ഈ വെള്ളച്ചാട്ടത്തിൽ മരിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നത്. പക്ഷേ ആ നിയന്ത്രണവും മറികടന്നുകൊണ്ടാണ് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വരുന്നത്. വയനാടൻ മലനിരയിൽ നിന്ന് ഒഴുകി വരുന്ന ഇരുവഞ്ഞിപ്പുഴ, ആ പുഴയിലാണ് പതങ്കയം വെള്ളച്ചാട്ടമുള്ളത്. പേര് പോലെ തന്നെ പതഞ്ഞു നുരഞ്ഞൊഴുകി വരുന്ന ഈ വെള്ളം കാണാൻ നല്ല രസമാണ്. അങ്ങനെ ആ വെള്ളച്ചാട്ടം വന്നു വീഴുന്നത് ഒരു കയത്തിലേക്കാണ്. ആ കയത്തിലെ രസം കാണുമ്പോൾ ആളുകൾക്ക് ഒന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നും. അങ്ങനെ ഇറങ്ങി കുളിക്കുന്നവരാണ് ഈ മരണത്തിലേക്ക് നീങ്ങിപ്പോകുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെയും കയത്തിൻ്റെയും മറവിൽ മറിഞ്ഞിരിക്കുന്നത് ഒരു മരണക്കയമാണ്. കാരണം എല്ലാ അവധിക്കാലത്തും ഓരോ മരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ നിയന്ത്രണങ്ങളുണ്ട്. ഇവിടേക്ക് വരുന്ന വഴിക്ക് പഞ്ചായത്തിൻ്റെ ബോർഡുണ്ട്. ഇവിടേക്ക് പ്രവേശനമില്ല, ഇതൊരു ഔദ്യോഗിക സ്ഥലമല്ലെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നിരവധി ആളുകളാണ് ഇവിടേക്ക് വന്നു പോയത്. ഈ അവധി ദിനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. അവരെ മടക്കി അയക്കാൻ വേണ്ടി ശനിയാഴ്ച ഞായറാഴ്ച മാത്രം ഹോം ഗാർഡിൻ്റെ സേവനമുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഇട ദിവസങ്ങളിൽ ഇവിടെ നാട്ടുകാരാണ് ആളുകളെ മടക്കി അയക്കുക. പക്ഷേ നാട്ടുകാർ പറഞ്ഞാൽ പോലും കേൾക്കാതെ ആളുകൾ ഇവിടേക്ക് ഇറങ്ങാറുണ്ട്. അങ്ങനെയാണ് അപകടങ്ങൾ പറ്റുന്നത്. പക്ഷേ ഇതുവരെ ഒരു സ്ഥിരം സംവിധാനമാക്കി മാറ്റാനും ഇവിടെ സാധിച്ചിട്ടില്ല. നമുക്ക് ആദ്യം ഹോം ഗാർഡിന് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഞങ്ങൾ വന്ന സമയത്ത് കുറേ ആളുകളെ മടക്കി അയക്കുന്നത് കണ്ടു. ചേട്ടൻ ഇവിടെ സേവനം ചെയ്യുന്നത് ശനി ഞായറാഴ്ച മാത്രമല്ലേ? ഇഷ്ടംപോലെ ആളുകൾ വരാറുണ്ടോ ഈ ദിവസങ്ങളിൽ? ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. ശനിയും ഞായറും ഞങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ വരുന്നവരെല്ലാം നല്ല രീതിയിൽ പറഞ്ഞ് ഇവിടുന്ന് ഞങ്ങൾ മടക്കി വയ്ക്കാനുള്ളത്. കാരണം ഇവിടെ 21-22 ആളുകൾ മരിച്ചുപോയി ഇതുവരെ. ഇവിടെ ഭയങ്കര കുത്തൊഴുക്കും വെള്ളച്ചാട്ടമൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര ഡേഞ്ചറാണ് പുഴയിൽ. എപ്പോഴും വേണമെങ്കിലും മലയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇവിടെ വരാം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും പറഞ്ഞയക്കുകയാണ്. സാധാരണ ഇതൊന്നും കേൾക്കാതെ ഇറങ്ങുന്ന ആളുകൾ ഉണ്ടാവില്ലേ? ഇത് ചില ആളുകൾ ഞങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഞങ്ങൾ ആരോടൊന്നും പ്രതികരിക്കാറില്ല. ഞങ്ങൾ അവരോട് പറയും ഇവിടെ ജീവന ഭീഷണിയാണ്, ഇവിടെ വെള്ളത്തിൽ ഇറങ്ങരുത്, അങ്ങനെ സമാധാനപരമായിട്ട് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചയക്കും. ഞങ്ങൾ തന്നെ പലവട്ടം വാർത്ത കൊടുത്താണ് പതങ്കയത്ത് വിട്ട യുവാക്കളെ കാണാതായി. കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും ബോഡി കിട്ടുക. കാരണം ഇത് കല്ലിൻ്റെ മുകളിൽ കയറും ആളുകൾ, അവിടെ കല്ലിൻ്റെ പായലിൽ തട്ടി തെന്നി പുഴയിലേക്ക് വീഴും, ഒഴുകി പോകും. കുറേ ദിവസങ്ങൾ കഴിഞ്ഞല്ലേ ബോഡി കിട്ടാറുള്ളത് ഇവിടുന്ന്? അതെ. കഴിഞ്ഞ 2022 ഒരു ബോഡി കിട്ടിയത് ഏതാണ്ട് 18 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഫയർഫോഴ്സും അതുപോലെ നേവിയും ഒരുപാട് സംഘടനകൾ വന്ന് തെരഞ്ഞതിന് ശേഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ താഴെ അതിൻ്റെ ഒരു കൈ മാത്രമേ കിട്ടിയുള്ളൂ. കുറച്ച് അവശിഷ്ടം മാത്രം ബോഡിയുടെ. അങ്ങനെ നമുക്കിപ്പോൾ 2 ദിവസമാണല്ലോ ഇവിടെ സെക്യൂരിറ്റി ഉള്ളത്. അതിന് ബാക്കിയുള്ള ദിവസങ്ങൾ നിൽക്കാൻ എന്തെങ്കിലും ഡയറക്ഷൻ തന്നിട്ടുണ്ടോ? ബാക്കി ദിവസങ്ങളിൽ ലീവ് മീൻസ് പബ്ലിക് ഹോളിഡേയ്സ് ഞങ്ങളിവിടെ, പിന്നെ പോലീസിൻ്റെ സാന്നിധ്യം ഇടയ്ക്കുണ്ട്. ഞങ്ങൾ വന്ന് റോന്ത് ചുറ്റും ഇവിടെ നോക്കി കാര്യങ്ങളെല്ലാം എല്ലാവരെയും ഇവിടുന്ന് ഇറങ്ങാൻ അനുവദിക്കാറില്ല. ബാക്കി ദിവസങ്ങളിൽ ഇവിടെ ശനി ഞായറും ഇവിടെ ഡ്യൂട്ടികളുടെ ആളുകളുണ്ട്. അപ്പോൾ ഈ വന്നിരിക്കുന്നതൊക്കെ ടൂറിസ്റ്റുകളാണ്. ഇവിടെ നിലവിലെ ആളുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ആളുകൾ മടങ്ങി പോവുകയാണ്. ഈ നാട്ടുകാർക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ എന്താ ഇവിടെ കാണുന്ന കാഴ്ച എന്താണ്? ഇവിടെ അവധി ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജനത്തിരക്കായിരിക്കും. റോഡ് ഫുള്ള് ട്രാഫിക് കൊണ്ട് നിറയും. ഇപ്പം മേളിൽ നിന്നുള്ള കണ്ടപ്പഞ്ചാല് ആനിക്കാമ്പോല് കുരോട്ട് പറയി വഴിക്കുന്നൊന്നും ഒരു വണ്ടി പോലും താഴോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. രോഗിയെ കൊണ്ടോ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഫുള്ള് 2 സൈഡിലും കാറും ആയിട്ട് ബ്ലോക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഹോം ഗാർഡ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ആൾ ഇത്രയും കുറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നാട്ടുകാർ പറഞ്ഞാൽ പോലും അവരുമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുകയും അവർ പുഴയിൽ ഇറങ്ങുകയും അങ്ങനെ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ഥിരം ഒരു സുരക്ഷാ സംവിധാനം വേണമെന്നല്ല ആവശ്യം നാട്ടുകാരുടെ. പണ്ട് തൊട്ടേ ഞങ്ങൾ പറയുന്നത്, ഇപ്പം മരണങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നാട്ടുകാർ ബോർഡ് വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ബോർഡ് ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നാലും അതെല്ലാം അവഗണിച്ച ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ശക്തമായ സുരക്ഷ വേണമെന്ന് തന്നെയാണ് അഭിപ്രായം. പിന്നിൽ ചെറുപ്പക്കാരാണ് ഇവിടേക്ക് വരുന്നത്. കോഴിക്കോട് നഗരത്തിൽ നിന്നും മലപ്പുറത്ത് വരുന്ന ചെറുപ്പക്കാരാണ്. നിങ്ങൾ ഈ ചെറുപ്പക്കാരോട് പറയാറില്ല ഇവിടേക്ക് ഇറങ്ങരുതെന്ന് പറയാറൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഗ്യാങ്ങായിട്ട് വരുന്നു, പുഴയിൽ ഇറങ്ങുന്നു, ചിലർ രക്ഷപ്പെടുന്നു, ചിലർ ഒഴുക്കിപ്പെട്ടു പോകുന്നു. പിന്നിൽ ഇതാണ് അവസ്ഥ. മുന്നറിയിപ്പുണ്ടെങ്കിലും അത് അവഗണിച്ച ആളുകൾ ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങുന്നവരെ എല്ലാ ദിവസവും തടയാനുള്ള സംവിധാനം ഇവിടെയില്ല. ഒരു അടിയന്തര സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.